Welcome to NCERT +1 +2 Physics. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ റേഡിയേഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിന് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സെക്ഷനാണ് നോക്കുന്നത്. ദാറ്റ് ഇസ് 11.9.4. ദാറ്റ് ഇസ് ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പം നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ സർഫസും പിന്നെ സണ്ണും എല്ലാവരും എന്താണ് ബ്ലാക്ക് ബോഡീസ് ആണ്. അതായത് എല്ലാ റേഡിയേഷനും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും പറ്റുന്ന ബോഡീസിനാണ് നമ്മൾ ബ്ലാക്ക് ബോഡീസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു തെർമൽ റേഡിയേഷന്റെ വേവ് ലെങ്തിനെ കുറിച്ച് നമ്മൾ പക്ഷേ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു കാര്യമാണ് ഇപ്പം നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു തെർമൽ റേഡിയേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി തെർമൽ റേഡിയേഷൻ്റെ അകത്ത് ഏതൊരു ടെമ്പറേച്ചറിലും, ഓക്കെ, ഇപ്പൊ എല്ലാ ബോഡീസും ബ്ലാക്ക് ബോഡി ആവണമെന്നില്ല, 100% ഡെൻസിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ ഏതൊരു ബോഡിയുടെയും ടെമ്പറേച്ചർ, നമ്മളൊരു തെർമൽ റേഡിയേഷനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പം ഏതൊരു ബോഡിയുടെയും ഒരു തെർമൽ റേഡിയേഷൻ എടുക്കുമ്പോൾ എല്ലാം റേഡിയേറ്റ് ചെയ്യണം, എല്ലാ ബോഡീസും റേഡിയേറ്റ് ചെയ്യണം. ഏത് ടെമ്പറേച്ചറിൽ തെർമൽ റേഡിയേഷൻ എടുക്കുകയാണെങ്കിലും അതിനൊരു ഡെഫിനിറ്റ് ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. അത് എമിറ്റ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും എമിറ്റ് ചെയ്യുക. ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് വേവ് ലെങ്ത്, പല തരത്തിലുള്ള ഒരുപാട് വേവ് ലെങ്ത് ആയിരിക്കും അത് എമിറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു ബോഡിയാണെന്ന് വിചാരിക്കുക. അപ്പം ആ ബോഡിയുടെ ഇവിടെ നമ്മൾ എടുക്കുന്ന വേവ് ലെങ്ത് ആണെന്ന് വിചാരിക്കുക. ഇവിടെ വേവ് ലെങ്തും ഇവിടെ നമ്മൾ എടുക്കാൻ ഈ എക്സ് ആക്സിസിൽ നമ്മൾ വേവ് ലെങ്ത് എടുത്തു. ഇനി വൈ ആക്സിസിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്റൻസിറ്റിയാണ്. അത് ഇന്റൻസിറ്റി മീൻസ് പെർ യൂണിറ്റ് ഏരിയ, പെർ യൂണിറ്റ് വേവ് ലെങ്തിന് എത്രമാത്രം എനർജിയാണ് റേഡിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്റൻസിറ്റി. അപ്പം അതുമായിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ലൈക്ക് ആ ഗ്രാഫ് ഫ്രം എക്സ്പെരിമെന്റലി ഒക്കെ ആ ഗ്രാഫ് ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം സപ്പോസ് ഇതെന്ന് പറഞ്ഞ ഒരു T = 6000 കെൽവിനിലുള്ളൊരു ഏതെങ്കിലും ഒരു ബോഡിയുടെ എന്ന് വിചാരിക്കാം. ഇനി അതേ ബോഡിയുടെ തന്നെ നമ്മളിപ്പോൾ ഒരു 5000 കെൽവിനിലാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. സെക്കൻഡ്. ഓക്കെ, ദിസ് വിൽ ബി ഫോർ T = 6000 കെൽവിനിൽ. ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇനി നമ്മളൊരു 5000 മറ്റു എടുക്കുകയാണെങ്കിൽ വി കുഡ് സീ ഇറ്റ് ലൈക്ക് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്ന ഗ്രാഫ്, ഇത് ടെമ്പറേച്ചർ ഫോർ 5000 കെൽവിൻ ആണ്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ വരയ്ക്കുന്ന ഗ്രാഫ് ഇത്ര നന്നായിട്ടിരിക്കില്ല. We can analyze things. Okay, ഇങ്ങനെ ഇതെന്ന് പറഞ്ഞ സം T = 4000 കെൽവിനിലാണെന്ന് വിചാരിക്കാം. ഇനി ഒരു T = ഇതൊരു 3000 കെൽവിൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിക്കേ, ഓരോ ടെമ്പറേച്ചറിലും ഇപ്പൊ T = 1000 കെൽവിനില് അപ്പം ഒരു ടെമ്പറേച്ചർ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ 6000 കെൽവിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തത് വേവ് ലെങ്ത്. അപ്പൊ ആ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വേവ് ലെങ്ത് അല്ല അതിൻ്റെ അകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്. ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ് അത് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ആണ്. ഇപ്പൊ അങ്ങനെ ഒരുപാട് വേവ് ലെങ്ത് എമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് സ്പെക്ട്രം ആണെന്ന് പറയും. ചെറുതും മുതൽ വലിയ വേവ് ലെങ്ത് വരെയുള്ള കുറെ റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുന്നതെന്ന് പറയും. ഇനി നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും പഠിക്കും, അതായത് ഈ വേവ് ലെങ്തും എനർജിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഓരോ റേഡിയേഷന്റെയും എനർജി കണ്ടന്റ് എന്ന് പറയുന്നത് പല വേവ് ലെങ്തിനും വ്യത്യാസപ്പെട്ടിട്ടിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് വേവ് ലെങ്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിന് മുന്നേ തന്നെ നമ്മൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, ലോ വേവ് ലെങ്ത് സൈഡിൽ കിടക്കുന്ന ആളാണ് ഏത് കളർ, നിങ്ങൾക്കറിയാം
വിബ്ജിയോർ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പെക്ട്രം എപ്പോഴും, അല്ലെ? അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാക്ക് തന്നെ, അത് ഈ വിബ്ജിയോർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഈ ഒരു വിബ്ജിയോർ എന്ന് പറയുന്ന കാര്യം തന്നെ വെക്കുന്നത് ലോ വേവ് ലെങ്ത് ടു ഹൈ വേവ് ലെങ്ത് ആയിട്ടാണ് വരുന്നത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള ആളാണ് വയലറ്റ്. വയലറ്റിനാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും അതൊക്കെ ഏകദേശം ഒരു ബ്ലൂ ഷെയ്ഡിലാണ്. അപ്പം ലോവർ വേവ് ലെങ്ത് റേഞ്ചിനെ നമ്മൾ എപ്പോഴും ബ്ലൂ പാർട്ട് ഓഫ് ദ സ്പെക്ട്രം എന്നാണ് വിളിക്കുക. പിന്നെ ഹയർ വേവ് ലെങ്ത് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഏറ്റവും ഹയർ വേവ് ലെങ്ത് ആയിട്ടുള്ള എല്ലാവരും തന്നെ ആള് ഭയങ്കര റെഡ് ആണ്, അല്ലെ? അപ്പൊ ഹയർ വേവ് ലെങ്ത് റേഞ്ചിന്റെ, അതായത് ആ സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ പറയും ദാറ്റ്സ് ദ റെഡ് പാർട്ട് ഓഫ് ദ സ്പെക്ട്രം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് നോക്കി കഴിയുവാണെങ്കിൽ നമുക്ക് നമുക്ക് വി ക്യാൻ സീ ദാറ്റ് ഓരോ പീക്കാണ് ഇവിടെ, ഇങ്ങനെ ഓരോ പീക്ക് നമുക്ക് ഈ ഗ്രാഫിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പീക്കില് ഏറ്റവും ഇവിടെ നമുക്ക് വൈ ആക്സിസിലുള്ളത് ഇന്റൻസിറ്റിയാണ്. അപ്പം ഏറ്റവും ഹയസ്റ്റ് ഇന്റൻസിറ്റി ഓരോ ഗ്രാഫിന്റെ, ഇപ്പം ഇഫ് ദിസ് ഗ്രാഫ് ഈസ് ഫോർ ടെമ്പറേച്ചർ 6000 കെൽവിൻ, ഇത് 5000 കെൽവിൻ്റെ, ഇതെന്ന് പറയുന്നത് 4000, ഇതെന്ന് പറയുന്നത് ഫോർ 3000. അപ്പോൾ ഓരോന്നിൻ്റെയും മാക്സിമം ഇന്റൻസിറ്റി വന്നിരിക്കുന്ന പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതാണ്, ഇവിടെ ഈ പോയിന്റ് ആയിരിക്കും, ഇവിടെ ഈ പോയിന്റ് ആയിരിക്കും, ഇവിടെ കുറച്ചും കൂടെ ഇത് ഞാൻ കറക്റ്റായിട്ട് വരയ്ക്കാത്തതുകൊണ്ടാണ് ഇറ്റ് വിൽ ബി ലൈക്ക് സംവെയർ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ 3000. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ആ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും തോറും വേവ് ലെങ്ത് എങ്ങോട്ടാ? പീക്ക് ഇന്റൻസിറ്റി. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് നമുക്ക് പീക്ക് ഇന്റൻസിറ്റി പോയിന്റ് എന്ന് പറയാം ഈ ഗ്രാഫിനെ സംബന്ധിച്ച്. ഈ സെക്കൻഡ് ഗ്രാഫിനെ സംബന്ധിച്ച് ഇതാണ് പീക്ക് ഇന്റൻസിറ്റി പോയിന്റ്. അപ്പൊ ടെമ്പറേച്ചർ കൂടും തോറും ആ പീക്ക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്ന ഈ ലാംഡയുടെ റേഞ്ച് നോക്കുമ്പോൾ ഇത് ലോ വേവ് ലെങ്ത് സൈഡും ഇത് ഹൈ വേവ് ലെങ്ത് സൈഡിലേക്കും ആണല്ലോ എക്സ് ആക്സിസിൽ വരയ്ക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ പോവുക. സോ ഈ ടെമ്പറേച്ചർ കൂടുന്തോറും ആ പീക്ക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഷിഫ്റ്റഡ് ഫ്രം പീക്ക് ഇന്റൻസിറ്റി ഷിഫ്റ്റഡ് ഫ്രം ബ്ലൂ എൻഡിൽ നിന്നും അത് റെഡ് എൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഫ്രം ബ്ലൂ പാർട്ട് ഓഫ് ദ സ്പെക്ട്രം ടു റെഡ് പാർട്ട്. അങ്ങനെ ഒരു ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കാണും. എന്നാൽ ടെമ്പറേച്ചർ എന്താണ്, സോറി ഞാൻ എഴുതി തിരിഞ്ഞു പോയി. സോറി, ടെമ്പറേച്ചർ നമ്മളിവിടെ കുറയുന്നതായിട്ടാണ് നമ്മുടെ ഗ്രാഫിൽ വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ആസ് ടെമ്പറേച്ചർ ഡിക്രീസസ്, നോക്കൂ ടെമ്പറേച്ചർ ആദ്യം 6000 കെൽവിനിലായിരുന്നു, അപ്പം ഈ ലോ വേവ് ലെങ്ത് സൈഡിലായിരുന്നു. അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ കുറയുവാണ്, 5000 കെൽവിനായി, അത് കഴിഞ്ഞ് 4000 കെൽവിനായി, അതുകൊണ്ട് 3000 കെൽവിനായി. അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ് ആ ഒരു പീക്ക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, പീക്ക് ഇന്റൻസിറ്റിയുടെ മാക്സിമം വാല്യൂ, പീക്ക് ഇന്റൻസിറ്റി ഓർ ദ മാക്സിമം വാല്യൂ ഓഫ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ഫ്രം എന്താണ് ബ്ലൂ പാർട്ട് ടു റെഡ് പാർട്ട്. ഇറ്റ് ഷിഫ്റ്റഡ് ഫ്രം ബ്ലൂ പാർട്ട് ഓഫ് ദ സ്പെക്ട്രം ടു റെഡ് പാർട്ട് ഓഫ് ദ സ്പെക്ട്രം. ദ ഹയർ വേവ് ലെങ്ത് സൈഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാണ്, റെഡ് പാർട്ട് ഓഫ് ദ സ്പെക്ട്രം. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ പീക്ക് ഇന്റൻസിറ്റി എവിടെയാണോ മാക്സിമം ആവുന്നത് ആ ദാറ്റ് കറസ്പോണ്ടിങ് വേവ് ലെങ്തിനെ നമ്മൾ വേവ് ലെങ്ത് റെപ്രസെന്റ് ലാംഡ എന്നാണ്. അപ്പം പീക്ക് ഇന്റൻസിറ്റി എവിടെയാണോ മാക്സിമം ആവുന്നത് ആ വേവ് ലെങ്തിന് ലാംഡ സബ്സ്ക്രിപ്റ്റ് എം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യും. ഈ പീക്കിനെ സംബന്ധിച്ച് ഈ പീക്ക് ഇന്റൻസിറ്റി പീക്ക് ആവുന്ന ഈ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ബി ലാംഡ ആണ്. നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ദിസ് വേവ് ലെങ്ത് കറസ്പോണ്ട്സ് ടു ദ ലാംഡ. ഇതിനെ സംബന്ധിച്ച് ഈ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഓക്കെ അതാണ് സംഭവിക്കുന്നത്. സോ ഇപ്പം ഇതിനെ സംബന്ധിച്ചാണ് കറസ്പോണ്ടിങ് ഇവിടെ വരുന്ന ഈ ഏത് വേവ് ലെങ്ത് ദാറ്റ് വിൽ ബി ദ ലാംഡ മാക്സിമം. അങ്ങനെ ആ ഏത് വേവ് ലെങ്തിനാണോ പീക്ക് ഇന്റൻസിറ്റി മാക്സിമം ആവുന്നത് അതിനെ ആ വേവ് ലെങ്തിനാണ് നമ്മൾ ലാംഡ എം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ ലാംഡ അറ്റ് വിച്ച് പീക്ക് ഇന്റൻസിറ്റി ഈസ് മാക്സിമം. പീക്ക് ഇന്റൻസിറ്റി മാക്സിമം ആവുന്ന ഏത് വേവ് ലെങ്ത് ആണോ അതാണ് ലാംഡ എം. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ഈ ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാം, ലാംഡ എമ്മും ടെമ്പറേച്ചറും ഡിപ്പെൻഡന്റ് ആണ്.
അതിന്റെ ആ ഒരു ദർ ഇസ് എ ട്രെൻഡ്, റൈറ്റ്? ടെമ്പറേച്ചർ കുറയും തോറും ലാംഡ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ലാംഡ എമ്മിന്റെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പം ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ലാംഡയും ടെമ്പറേച്ചറും തമ്മിലുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ ഒരു ലോ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻസ് ഹിയർ വി ഹാവ്, നമുക്കൊരു ഇൻവേഴ്സ് ട്രെൻഡ് ആണ് കിട്ടിയത്. ലാംഡ എം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പം നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് there will be some constant, right? So you can say lambda m into t is some constant എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഈ ലാംഡ എമ്മും ടി എന്ന് പറയുന്ന അതിന്റെ വാല്യൂ ഷുഡ് ബി സം കോൺസ്റ്റന്റ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിനാണ് നമ്മൾ വിളിക്കുന്നത്, ദിസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ദ വീൻസ് കോൺസ്റ്റന്റ്. ഇവിടെ വിളിക്കുന്നത് വീൻസ് കോൺസ്റ്റന്റ് എന്നാണ്. കോൺസ്റ്റന്റ് വാല്യൂ ഇതെന്ന് പറഞ്ഞാൽ വീൻസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ഇസ് ഗിവൺ ബൈ 2.9 into 10 power minus 3 meter Kelvin. ഓക്കെ, അതാണ് അതിന്റെ വാല്യൂ. ഓക്കെ, അപ്പം ഈ പെർട്ടിക്കുലർ ലോ, ഈ ലാംഡ എമ്മും ടിയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. സോ ഈ ലോ ആണ് ഹൗ ലാംഡ മാക്സ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് റിലേറ്റഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് കോൾഡ് ദ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അപ്പം ഈ ലോ കാരണമാണ് നമുക്കറിയാം, ഇപ്പം നമ്മളൊരു ഹോട്ട് ഫ്ലെയിമിലേക്ക് ഒരു അയൺ പീസ് വെക്കുകയാണെങ്കിൽ ആദ്യം അതെന്തോ ഭയങ്കരമായിട്ട് അതിന്റെ കളർ റെഡ് ആവും, പിന്നെ അത് യെല്ലോ ആവും, അത് കഴിഞ്ഞ് അവസാനം അത് വൈറ്റ് ഹോട്ട് ആവും. അതിന്റെ കാര്യം എന്താണ്? ഇത് തന്നെയാണ് കാര്യം. ടെമ്പറേച്ചർ കൂടുന്തോറും എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുന്തോറും പീക്ക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്ത് ഇറ്റ് വിൽ ബി ഷിഫ്റ്റഡ് ടു റെഡ് പാർട്ട് ഓഫ് ദി സ്പെക്ട്രം. ഓക്കെ, അതർവൈസ് ലോ വേവ് ലെങ്ത് സൈഡിലേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ലോ വേവ് ലെങ്ത് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ പീക്ക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഹൈ വേവ് ലെങ്ത് സൈഡിലേക്ക്, അതിനൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീൻസ് ലോ കൊണ്ട് തന്നെ മറ്റ് ഒരു യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് ഈ ഒരു സർഫസ് ടെമ്പറേച്ചർ, ഇപ്പം സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് ആയ മൂണ്, സണ്ണ്, എർത്ത്, അതേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർസ്, അതിന്റെ എല്ലാം സർഫസ് ടെമ്പറേച്ചർ ഡിറ്റർമിനേഷന് ഈ ലോ ഹെൽപ്ഫുൾ ആണ്. സർഫസ് ടെമ്പറേച്ചർ ഡിറ്റർമിനേഷൻ ഓഫ് സെലസ്റ്റിയൽ ഒബ്ജക്ട്സ്, അത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ സർഫസ് ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇപ്പം നമുക്ക് ജസ്റ്റ് ഇന്റൻസിറ്റി മാക്സിമം എത്രയാണ്, ഇന്റൻസിറ്റി മാക്സിമം സംഭവിക്കുന്ന വേവ് ലെങ്ത് എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മൂണിനാണെങ്കിൽ ഈ മൂണിൽ നിന്നുള്ള പ്രകാശത്തിന്റെ മാക്സിമം ഇന്റൻസിറ്റി വരുന്ന ആ പെർട്ടിക്കുലർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 14 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ലാംഡ എം ടി ഈസ് എ കോൺസ്റ്റന്റ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് 14 എന്നുള്ള ആ മാക്സിമം ഇന്റൻസിറ്റി നമുക്ക് അറിയാം. ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക്, സർഫസ് ഓഫ് ദ മൂണിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ ആ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീൻസ് കോൺസ്റ്റന്റ് ജസ്റ്റ് നമ്മൾ 2.9 to 10 power minus 3 എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം. സോ ഫ്രം ദിസ് നമുക്ക് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 200 കെൽവിന് കിട്ടും. അങ്ങനെ നമുക്ക് മൂണിന്റെ സർഫസ് ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സണ്ണിന്റെ ആണെങ്കിലും സർഫസ് ടെമ്പറേച്ചർ, അത് ഉള്ളിലെ അല്ല, ജസ്റ്റ് സർഫസിന്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുപോലെ സാധിക്കും. ഇപ്പൊ സോളാർ റേഡിയേഷന്റെ മാക്സിമം ഇന്റൻസിറ്റി വരുന്നത് 4753 ആങ്സ്ട്രം ആണ്. ദാറ്റ് ഇസ് 10 power minus 10 മീറ്ററിലാണ്. അപ്പൊ ഇതുപോലെ സിമിലർലി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഇസ് 4753 into 10 power minus 10 into temperature of the sun. സർഫസ് ഓഫ് ദ സൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഷുഡ് ബി ഈക്വൽ ടു വീൻസ് കോൺസ്റ്റന്റ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ 6060 കെൽവിൻ എന്ന് പറയും. സോ ടെമ്പറേച്ചർ ഓഫ് ദി സർഫസ് ഓഫ് ദ മൂൺ. അപ്പം അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ഉള്ള ഒരു സാധനമാണ്. അപ്പം പിന്നെ ഈ ഒരു നമ്മളിപ്പോ ഈ കണ്ട ഈ കർവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു യൂണിവേഴ്സൽ കർവാണ്. എല്ലാ ബ്ലാക്ക് ബോഡീസിനും ഇതുപോലെ തന്നെ ഇരിക്കും. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അല്ലാണ്ട് ബോഡി എങ്ങനെ ഇരിക്കുന്നോ ഏത് മെറ്റീരിയൽ ആണെന്നില്ല, എപ്പോഴും അതിന്റെ ആ ഒരു വേരിയേഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുന്തോറും ഷിഫ്റ്റ് എന്ന് പറയുന്നത്
ലോ വേവിങ് സൈഡിലേക്കും, ടെമ്പറേച്ചർ കുറയും തോറും ഷിഫ്റ്റ് ഹയർ വേവിങ് സൈഡിലേക്കും. അങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഈ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കി? ഈവൻ റേഡിയേഷനിൽ ഒരു മീഡിയം ഇല്ലെങ്കിലും എനർജി ട്രാൻസ്ഫർ നടത്താം ത്രൂ റേഡിയേഷൻ. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം ഒരു ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ഓക്കെ, അപ്പം ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, ഇപ്പം നമ്മുടെ ഈ ടോട്ടൽ ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നത്, ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റേഡിയേറ്റഡ് ബൈ, ഇപ്പൊ ഒരു ബോഡിക്ക് ടോട്ടൽ അതിന് എത്രമാത്രം ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റേഡിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ ഇപ്പൊ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, എച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ എത്രമാത്രം ആ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഒരു ബോഡിക്ക് എമിറ്റ് ചെയ്യാം എന്നുള്ളതെന്ന് പറഞ്ഞാൽ എത്രമാത്രം അതിന്റെ ടെമ്പറേച്ചർ ഉണ്ടോ അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ ബോഡിയുടെ സൈസിനും പ്രപ്പോർഷണൽ ആയിരിക്കും. സപ്പോസ് അതിന്റെ ഏരിയ ഡിഫൈൻ ചെയ്യുന്നത്, ഇപ്പൊ ഏരിയ എന്ന് പറയുന്നത്, ഇപ്പൊ സൈസിനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് അതിന്റെ ഏരിയ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും, അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇപ്പം ടെമ്പറേച്ചർ കൂടുന്തോറും ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് കൂടും. അതുപോലെ തന്നെ ഏരിയ കൂടുന്തോറും എത്രയാണെന്ന് വെച്ചാൽ കൂടും. അതുപോലെ തന്നെ അതിന് റേഡിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതിനാണ് നമ്മൾ എമിസിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൂട്ടും. എമിസിവിറ്റി, അതായത് എത്രമാത്രം അതിന് റേഡിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇതാണ് ആ ഒരു റിലേഷൻ, എത്രമാത്രം എനർജി റേഡിയേറ്റ് ചെയ്യും എന്നുള്ളതിനെ ടെമ്പറേച്ചർ, സൈസ് ഓഫ് ദ ബോഡി, എബിലിറ്റി ടു റേഡിയേറ്റ്, അത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം പെർഫെക്റ്റ് റേഡിയേറ്റർ ആണെന്ന് വിചാരിക്കും, ഒരു ബോഡി ഒരു പെർഫെക്റ്റ് റേഡിയേറ്റർ ആണ്, കംപ്ലീറ്റ്ലി അതിനെ റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? എബിലിറ്റി ടു റേഡിയേറ്റ്, ദാറ്റ് ഈസ് കോൾഡ് എമിസിവിറ്റി, വിച്ച് ഈസ് ഗിവൺ ബൈ ഇ. അപ്പം ആ എബിലിറ്റി ടു റേഡിയേറ്റ് 100% ആണ്. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഈ ഇയുടെ വാല്യൂ 1 എന്ന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഒരു കംപ്ലീറ്റ്ലി അത് റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ the energy emitted per unit time. Okay, so H is the energy that is radiated per unit time. Okay, that is energy per radiated per unit time ആണ് നമ്മൾ ഈ പറഞ്ഞ total energy radiated by, that is per unit time. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട്, ഇത് പ്രൊപ്പോർഷണൽ ആണെന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു എ ആൻഡ് ടി. ആൻഡ് ഇവിടെ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റിനെ കൊടുക്കാം. സോ ദാറ്റ് ഇസ് സിഗ്മ എ ടി എന്നൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം മാത്രമല്ല ഈ ഒരു ബിക്കോസ് സിഗ്മ ദിസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറിന്, ആ ഒരു ടെമ്പറേച്ചർ, അതായത് സോറി ഞാനിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ ആണ് കേട്ടോ. ടെമ്പറേച്ചറിന്റെ 4th പവറിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ടെമ്പറേച്ചർ റേസ് ടു 4 ടൈംസ്, അത്ര തന്നെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇവിടെ വരുന്ന ഈ കോൺസ്റ്റന്റ് ആണ് H is equal to A സിഗ്മ ടി പവർ 4. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ബോഡിയുടെ ഏരിയ ഓഫ് ദ ബോഡി, ആൻഡ് ടി എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചർ. അപ്പൊ ടിയുടെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് റേസ് ടു 4 ടൈംസ് ആണ്. ഇപ്പൊ 4 ടൈംസ് ടി പവർ 4 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ്, അതിങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് എക്സ്പെരിമെന്റലായിട്ട് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിക്കുകയും തിയറട്ടിക്കലായിട്ട് ഇത് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്ത് ബോൾസ്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ എന്താണ് ലോയെ, ഈ ഒരു കാര്യത്തിന് നമ്മള് സ്റ്റീഫൻ ബോൾസ്മാൻസ് ലോ എന്ന് വിളിക്കും. അല്ലാതെ ഇവിടെ വരുന്ന ഈ ഒരു സിഗ്മ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്നത് സ്റ്റീഫൻ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. കാര്യം രണ്ടുപേരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഇക്വേഷന്റെ പ്രൂഫ് കിട്ടിയിരുന്നത്. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ സ്റ്റീഫൻ ബോൾസ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 5.67 into 10⁻⁻8 watts per meter square Kelvin per 4 എന്നുള്ളതാണ്. അപ്പം നോർമലി ഇപ്പം ഒരു ബോഡി എന്ന് പറയുന്നത് ഈ H is equal to സിഗ്മ എ ടി പവർ 4 എന്ന് പറയുന്നത് നമ്മൾ പെർഫെക്റ്റ് റേഡിയേറ്റർ എന്നാണ് കണ്ടത്. നോർമലി എല്ലാ ബോഡിയും അങ്ങനെ പെർഫെക്റ്റ്ലി റേഡിയേറ്റ് ചെയ്യുന്നതല്ല, കംപ്ലീറ്റ്ലി റേഡിയേറ്റ് ചെയ്യുന്ന ബോഡിയിൽ. അപ്പം നോർമലി ശരിക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എത്രമാത്രം റേഡിയേറ്റ് ചെയ്യുന്ന ഈ വാല്യൂവിനെ പറ്റി താഴെ ആയിരിക്കും.
നേരെ മറിച്ച് ഇത് കംപ്ലീറ്റ് ഇതേപോലെ എമിസിവിറ്റി 1 ആയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് റേഡിയേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ബ്ലാക്ക് പോലുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും റേഡിയേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു നമ്മളിവിടെ പറഞ്ഞ അപ്പൊ ജനറലി നമ്മൾ ഈ ലോ എടുക്കുമ്പോൾ സാധാരണ കേസിൽ ഫോർ ഓൾമോസ്റ്റ് മറ്റു എല്ലാ സബ്സ്റ്റൻസിലും ഇത്രയ്ക്കും ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്ന ഇത് കംപ്ലീറ്റ് റേഡിയേഷൻ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അതെന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഗിവൺ ബൈ എ ഇ സിഗ്മ ടി പവർ 4 എന്നുള്ളതായിരിക്കും നോർമലി ബോഡിയിൽ. സോ ഇവിടെ വരുന്ന ഇ എന്ന് പറയുന്നതാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത എമിസിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എമിസിവിറ്റി. അപ്പൊ എമിസിവിറ്റി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് റേഡിയേറ്റർ ആണെങ്കിൽ എമിസിവിറ്റി വിൽ ബി 1. ഇപ്പം ഒരു ടങ്സ്റ്റൺ ലാമ്പ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു ടങ്സ്റ്റൺ ലാമ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടങ്സ്റ്റൺ ലാമ്പ് 3000 അതിന്റെ ടെമ്പറേച്ചർ 3000 കെൽവിൻ എന്ന് വിചാരിക്കുക. ഒരു 3000 കെൽവിൻ ടെമ്പറേച്ചറിലും ഇനി ആ നമ്മുടെ ടങ്സ്റ്റൺ ലാമ്പിനെ ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ടെമ്പറേച്ചർ ഇപ്പം 3000 കെൽവിൻ എന്ന് വിചാരിക്കുക. ആൻഡ് ഈ ഒരു അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 0.3 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അത് എത്രമാത്രം റേഡിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ മീൻസ് എ ഇ സിഗ്മ ടി പവർ 4 നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ 0.3 ഇൻറ്റു 10 പവർ മൈനസ് 4. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മീറ്റർ സ്ക്വയറിലാക്കുമ്പോൾ 0.3 ഇൻറ്റു 10 പവർ മൈനസ് 4 മീറ്റർ സ്ക്വയർ. ഇനി ഇതിന്റെ എമിസിവിറ്റി എന്ന് പറയുന്നത് ഫോർ ദിസ് ടങ്സ്റ്റൺ ലാമ്പ് അതിന്റെ എമിസിവിറ്റി എന്ന് പറയുന്നത് 0.4 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 0.4 ഇവിടേക്ക് എമിസിവിറ്റിക്ക് കൊടുക്കാം. ആൻഡ് സിഗ്മ എന്ന് പറയുന്നത് 5.67 ഇൻറ്റു 10 പവർ മൈനസ് 8 ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 3000. സോ 3000 റേസ് ടു 4. അപ്പൊ നമുക്ക് 60 വാട്ട്സ് എന്ന്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ ബോഡിയുടെയും ഹീറ്റ് എമിറ്റഡ് പെർ ഹീറ്റ് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. ഇനി ഇപ്പൊ ഒരു ബോഡി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ടി, ബോഡിയുടെ ടെമ്പറേച്ചർ ടി ആണെന്ന് വിചാരിക്കാം. അപ്പോഴത്തേക്കും അതിന്റെ സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ബോഡിക്ക് ചുറ്റുമുള്ള അതിന്റെ സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ ടി എസ് ആണെന്ന് വിചാരിക്കാം. അപ്പോഴത്തേക്കും ഈ ബോഡി എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറുള്ള ബോഡി എന്ന് പറയുന്നത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ്സിൽ നിന്നത് റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത് എമിഷൻ നടക്കുന്നുണ്ട്, റിസപ്ഷൻ നടക്കുന്നുണ്ട്, റിസീവിങ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു there will be എന്താണ് ഒരു നെറ്റ് റേറ്റ് ഓഫ് ലോസ് ഓഫ് റേഡിയന്റ് എനർജി ഉണ്ടാവും. കുറച്ച് എന്താണ് റേഡിയന്റ് എനർജി, അത് കുറച്ച് തെർമൽ റേഡിയേഷന്റെ ലോസ് അവിടെ സംഭവിക്കാം. അപ്പൊ ആ ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം H is equal to എന്താണ്, ദാറ്റ് മീൻസ് നമുക്ക് ഓരോന്നിനും ഈ ഒരു ഇക്വേഷൻ കൊടുക്കാം. അത് ഇപ്പൊ സിസ്റ്റത്തിനും കൊടുക്കാം, അതിന്റെ സറൗണ്ടിങ്സിനും കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും അതിന് നഷ്ടമാകുന്ന ലോസ് ഓഫ് റേഡിയന്റ് എനർജി. അപ്പൊ അത് വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പൊ നമ്മുടെ ഇപ്പൊ പെർഫെക്റ്റ് റേഡിയേറ്റർ ആണെങ്കിൽ പെർഫെക്റ്റ് റേഡിയേറ്റർ ആ കേസിൽ അത് എമിസിവിറ്റി 1 ആവുന്ന കേസിലാണെങ്കിൽ എന്താണ് അവിടെ വരുന്ന നെറ്റ് റേറ്റ് ഓഫ് ലോസ് ഓഫ് റേഡിയന്റ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന നമ്മുടെ സിസ്റ്റത്തിനും അതുപോലെ സറൗണ്ടിങ്ങിനും ഈ എന്താണ് എത്രമാത്രം ഹീറ്റ് എനർജിയാണ് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഇക്വേഷൻ കൊടുക്കും. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പം നെറ്റ് റേറ്റ് ഓഫ് ലോസ് ഓഫ് റേഡിയന്റ് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിൽ നിന്നിപ്പം ഇതൊരു പെർഫെക്റ്റ് റേഡിയേറ്റർ ആണെങ്കിൽ അതിന് നഷ്ടമാവുന്ന എനർജി എന്ന് പറയുന്നത് സപ്പോസ് ദാറ്റ് ഈസ് ഗിവൻ ബൈ H, then it is sigma A into T power 4 minus Ts power 4. ഇനി if it is ഇത് for perfect radiator, for a body with ഒരു എമിസിവിറ്റി ഉള്ള ബോഡി ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് റേഡിയേറ്റർ ഒന്നും അല്ല, കുറച്ച് പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യില്ല. സോ ഇറ്റ് ഹാസ് സം ഇതിന്റെ എബിലിറ്റി ടു എമിറ്റ് എന്ന് പറയുന്നത് ഗിവൺ ആണെങ്കിൽ ഒരു ബോഡി വിത്ത് സം എമിസിറ്റി ഇ എന്നാണെങ്കിൽ നമുക്ക് ആ കേസിൽ നെറ്റ് റേറ്റ് ഓഫ് ലോസ് ഓഫ് റേഡിയന്റ് എനർജി which is given by H is equal to sigma A T power 4 minus Ts power 4. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് എത്രമാത്രമാണ് മനുഷ്യ ശരീരത്തിൽ നിന്നും റേഡിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്നും കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ഒരു ബോഡിയുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്
1.9 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം ബോഡിയുടെ സർഫസ് ഏരിയ. ആൻഡ് ഇപ്പോൾ റൂം ടെമ്പറേച്ചർ 22°C ആവുന്ന തരത്തിലാണ് നമ്മുടെ റൂം ടെമ്പറേച്ചർ 22°C നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തുന്നതെന്ന് വിചാരിക്കാം. ഈ ഇന്റർണൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഇപ്പം ഇന്റർണൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 337°C ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 301 കെൽവിൻ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഇന്റേണൽ ടെമ്പറേച്ചർ എന്ന് വിചാരിക്കും, ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ സ്കിൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 28°C ആണെന്ന് വിചാരിക്കുക. 28°C, ദാറ്റ് ഈസ് 295 കെൽവിൻ. ആൻഡ് സ്കിന്നിന്റെ എമിസിവിറ്റി എന്ന് പറയുന്നത് 0.97 ആണെന്ന് വിചാരിക്കാം. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഉൾപ്പെടുന്നിടത്ത് ഉള്ള തെർമൽ റേഡിയേഷന്റെ എമിസിവിറ്റി ഇതാണെന്ന് വിചാരിക്കാം. എത്രമാത്രം ഹീറ്റ് ലോസ് ആണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് എ ഇ സിഗ്മ ടി എത്ര ലോസ് ആണ് സംഭവിക്കുന്നത്, ti/4 മൈനസ് ts/4. ഓക്കെ, അപ്പം which is given by a എന്ന് പറയുന്നത് 1.9, എന്ന് പറയുന്ന 0.97. This is 5.67 into 10 power minus 8 into 3014 raised to 4 minus 295 raised to 4. ഇത് ചെയ്യുമ്പോൾ 66.4 വാട്ട്സ് നിർത്തുക. അത് മനുഷ്യ ശരീരത്തിന് ഇത്രമാത്രം ഹീറ്റ് നഷ്ടപ്പെടുവാണ്. ആക്ച്വലി ഈ ഒരു ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഏകദേശം 120 വാട്ട്സ് ഉള്ളൂ. അപ്പൊ അതിന്റെ പകുതി ബോഡിക്ക് നഷ്ടമാവുന്നു. അപ്പം അങ്ങനെ ഹീറ്റ് ലോസ് വളരെ, ഇപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത റൂം ടെമ്പറേച്ചർ 22°C ആണ്. പക്ഷെ ഇപ്പം ഈ വളരെ 20°C വളരെയധികം ഈ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെയധികം താഴ്ന്നു പോകുന്ന ഒരു സമയത്ത് ഇതുമാതിരി ഒരു ഹീറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിന് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ആ സമയത്താണ്, അതുകൊണ്ടാണ് ഈ തണുപ്പ് കാലങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ലെയേഴ്സ് ഉള്ള ക്ലോത്തിങ് ഇടുന്നത്. അപ്പം എസ്പെഷ്യലി എന്തെങ്കിലും ഷൈനി മെറ്റാലിക് ലെയർ ഒക്കെ ഉള്ള സാധനങ്ങൾ ഇടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ക്ലോത്തിങ് ഇടുമ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഇടും. അപ്പം എന്താണ്, ബോഡിയുടെ റേഡിയേഷനെ അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്തുകൊള്ളും. അതുകൊണ്ട് ബോഡി ഒരു റേഡിയേഷൻ ലോസ് അവിടെ സംഭവിക്കാതിരിക്കാൻ തിരിച്ച് റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഇടുന്നത്. ഫോയിൽ ബ്ലാങ്കറ്റ്സ് എല്ലാം തണുപ്പ് സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ റേഡിയേഷനെ അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വാംത്ത് നൽകിക്കൊണ്ട് ഹീറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, സോ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു സെക്ഷൻ കൂടെ നോക്കാം. ദാറ്റ് ഇസ് 11.9.5. ദാറ്റ് ഇസ് ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ഗ്ലാസ് വാൾസും ഗ്ലാസ് റൂഫും ഒക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പം നോർമലി അത് നമ്മൾക്ക് കൊച്ചിനെ മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. അങ്ങനത്തെ ഗ്രീൻ ഹൗസസുകൾ ചെടികളെ വളർത്താൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും വാംത്ത് കീപ്പ് ചെയ്യിക്കും. വിന്റർ ആണെങ്കിൽ സമ്മർ ആണെങ്കിൽ ഇപ്പോൾ സൂര്യന്റെ ചൂട് അവിടെ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ഹൗസ് ഉപയോഗിക്കുന്നത്. അതുപോലത്തെ ഒരു എഫക്റ്റ്, ഇത് എർത്തിനെ നല്ല ലിവബിൾ ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊടുക്കുന്ന ആരാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഒരു -18°C ഒക്കെ വരുമ്പോഴുള്ള എർത്തിന്റെ അബ്സോർപ്ഷനും എമിഷൻ റേറ്റും സെയിം ആണ്. പക്ഷെ അത് ആ ഒരു സമയത്ത് എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നു അത്രമാത്രം അത് തിരിച്ചു വിടുകയും ചെയ്യും. പക്ഷെ ആക്ച്വലി എർത്തിന്റെ അത് ആ ഒരു ടെമ്പറേച്ചറിലേ ഉള്ളൂ. അല്ലാതെ എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത് എന്താണ്, വാമറാണ്. ഇപ്പൊ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതാവുമായിരുന്നു. അപ്പൊ എർത്തിന്റെ സർഫസിനെ വാമറാക്കുന്നത് എന്താണ്, സൂര്യന്റെ തെർമൽ റേഡിയേഷൻ എർത്തിന് അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പം അനുഭവപ്പെടുന്നുണ്ട്, അപ്പൊ അത് അബ്സോർബ് ചെയ്യും. അപ്പം എർത്ത് ഈ തെർമൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. എന്നാൽ എർത്തിന്റെ അബ്സോർപ്ഷൻ റേറ്റും എമിഷൻ റേറ്റും സെയിം അല്ല. പല ഗ്യാസസുകളും ഈ ഒരു റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. ഒരു ലാർജ് പോർഷൻ ഓഫ് ദിസ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നതായ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. ദാറ്റ് ഈസ് ദ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ മീഥേൻ, അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ്,
then chlorofluorocarbon, that is CFXClX, അതുപോലെ ഓസോൺ, ഓസോൺ is O3. ഓക്കെ, അപ്പം ഇതിനെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. ഒരു ലാർജ് പോർഷൻ ഓഫ് റേഡിയേഷൻ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരാണ് ഈ എർത്ത് സർഫസിന്റെ ഹീറ്റ് ഇതിന്റെ അകത്ത് ട്രാപ്ഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഹീറ്റ് ആക്കും. അങ്ങനെ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഹീറ്റപ്പ് ആവും. അങ്ങനെ എർത്തിനെ അത് വാമർ ആക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പം നൈറ്റ് ടൈമിൽ എന്ത് സംഭവിക്കും, എർത്തിന്റെ സർഫസ് നോർമലി കൂൾ ചെയ്യുവാണ്. അപ്പം ബാക്ക് ഹീറ്റ് തിരിച്ചുവിടും. നേരെ മറിച്ച് ഈ അബ്സോർബ് ചെയ്ത് എല്ലാത്തിനെയും തിരിച്ച് അതേപടി വിടുവായിരുന്നെങ്കിൽ നമുക്ക് എർത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, നല്ല തണുപ്പ് വരും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഗ്യാസസ് എല്ലാം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ആ ഹീറ്റാണ് എർത്തിനെ നമ്മൾ വാമർ ആക്കുകയും നല്ല കംഫർട്ടബിൾ ആയിട്ട് ലിവിങ് കണ്ടീഷൻസ് തരികയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നെറ്റ് ഹീറ്റിംഗ് അപ്പ് ഓഫ് എർത്ത് സർഫസിനെയാണ് ശരിക്കും ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ എർത്തിന്റെ ടെമ്പറേച്ചർ മൈനസ് ടെമ്പറേച്ചർ ആയി പോകും. അപ്പൊ പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ, ഈ ഓസോണിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ എല്ലാം കോൺസെൻട്രേഷൻ വളരെയധികം കൂടിയിട്ട് എർത്ത് ഭയങ്കര വാമർ ആവുകയാണ്. അത് ആവറേജ് ടെമ്പറേച്ചർ, എർത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ ഇയർ ബൈ ഇയർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പം ആ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് ആണ് ഉണ്ടാകുന്നത്. മൊത്തത്തിലുള്ള ഗ്ലോബൽ വാർമിംഗ് ഫിനോമിനൻ ഉണ്ടാകുന്നത്. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ത്രെറ്റ് ടു എന്താണ് ഹ്യൂമൻ ലൈഫ്, പ്ലാന്റ്സിനെല്ലാം ഇതൊരു ത്രെറ്റ് ആയിരിക്കും ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇപ്പം മൊത്തം അങ്ങനെ ഭയങ്കരമായിട്ട് എർത്തിന് ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഐസുകളെല്ലാം മെൽറ്റ് ചെയ്യും, നമ്മുടെ കടലിന്റെ ജലനിരപ്പ് കൂടും, അതുപോലെ വെതർ പാറ്റേൺസ് മാറും, അതുപോലെ കടൽ തീരത്തുള്ള പ്രദേശങ്ങൾ അതെല്ലാം മുങ്ങാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം മാത്രമല്ല കൂടുതൽ ഡെസേർട്ട് ഏരിയാസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ തടയാനുള്ള എഫക്റ്റുകളൊക്കെ ഇപ്പം പല രാഷ്ട്രങ്ങളും എടുക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഫക്റ്റ്, ഗ്ലോബൽ വാർമിങ്ങിന്റെ എഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളും പല എന്താണ് കോൺഫറൻസ് കൂടുകയും അങ്ങനത്തെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായി, ഗ്ലോബൽ വാർമിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടാണ് ക്ലൈമറ്റ് ചേഞ്ചസ്, അതുകൊണ്ടുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചസ് എല്ലാം കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള കോൺഫറൻസുകളൊക്കെ നടക്കാറുള്ളത്. അപ്പോഴത്തേക്കും മാത്രമല്ല നമ്മളും കേട്ടിട്ടുണ്ട് അപ്പം കൂടുതലും ചെടികളൊക്കെ നട്ട് വളർത്തുക എന്നൊക്കെ പറയും. എന്ത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ലെവലൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. സോ താങ്ക് യു.